ഈ ആധുനിക കാലത്ത് ലോക ജനങ്ങൾ മുഴുവൻ സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ആധുനിക മനുഷ്യന്റെ ആർത്തിയും പ്രകൃതിക്ക് മേലുള്ള അമിതമായ കടന്നുകയറ്റവും പ്രകൃതിദത്ത വിഭവങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ചൂഷണവും ഭൂമിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഫലമായിട്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രകൃതി ദുരന്തങ്ങള്, അപകടങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ലാതെ ഒരു വശത്ത് വൻ കരകളെ വിറപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി എത്തുന്ന പ്രളയങ്ങള്, വെള്ളപ്പൊക്കങ്ങള്, കാടുകൾ വെട്ടിത്തെളിച്ചും തടാകങ്ങളും വയലുകളും ഒക്കെ നികത്തിയും വലിയ രീതിയിൽ കോൺക്രീറ്റ് സൗധങ്ങൾ നിർമ്മാണങ്ങളൊക്കെ നടത്തിയും മനുഷ്യൻ വരുത്തിവെച്ച വിനാശത്തിന്റെ പരിണിത ഫലങ്ങള്, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും വേറെ, കൃത്യസമയത്ത് മഴ ലഭിക്കാതിരിക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കനത്ത മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായി വൻ പ്രളയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ലോകത്തിന്റെ പല കോണുകളിലും പല നഗരങ്ങളിലും പല ഗ്രാമങ്ങളും ഒരുപോലെ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ കേരളക്കരയുടെ ഭാഗങ്ങൾ ഒന്നൊന്നായി വെള്ളക്കെട്ടുകളിലേക്ക് ആണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആണ്ട് കിടക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ മനുഷ്യന്റെ ജാഗ്രത കുറവും യാത്രാ സുരക്ഷയിലെ വീഴ്ചകളുമൊക്കെ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇതിന് ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള ജാവ ദ്വീപിന് സമീപമുണ്ടായിട്ടുള്ള ദാരുണമായ ഫെറി ദുരന്തം. 232 യാത്രക്കാരും 39 ജീവനക്കാരും ഉൾപ്പെടെ 271 പേരുമായി സുരബായയിൽ നിന്ന് കോസറിലേക്ക് പോയ KMP മത്യാര സെന്റാസ 2 എന്ന പാസഞ്ചർ കപ്പലിനാണ് ജാവ കടലിൽ വെച്ച് തീപിടിച്ചത്. നമുക്ക് ഇന്തോനേഷ്യയിലെ കപ്പൽ യാത്ര നന്നായിട്ട് അറിയാം. അവിടെ നമ്മൾ ഇവിടെ KSRTC പോകുന്നത് പോലെയാണ് അവിടെ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഫെറികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകും. അതുപോലെ ഒരു കപ്പലിനാണ് ജാവ കടലിൽ വെച്ച് തീ പിടിച്ചത്. കപ്പലിൽ തീ പടർന്നു പിടിച്ചതോടെ ജീവൻ രക്ഷിക്കാനായി പലരും കടലേക്ക് എടുത്തു ചാടി. പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് ചരക്ക് കപ്പലുകളുടെയും ഇന്തോനേഷ്യൻ നാവികരുടെയും ഒക്കെ സഹായത്തോടെ 225 പേരെ രക്ഷപ്പെടുത്താനായെങ്കിലും ഈ അപകടത്തിൽ 5 പേർ മരിച്ചു, 41 പേരെ കാണാതാവുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരിടത്തെ കനത്ത പ്രളയവും പ്രകൃതിക്ഷോഭവും മറ്റിടങ്ങളിൽ കടലിലും കരയിലും ഉണ്ടാകുന്ന ദാരുണമായ ദുരന്തങ്ങളും സംഭവങ്ങളും എല്ലാം ഇവയെല്ലാം ആധുനിക മനുഷ്യരാശിക്കുള്ള വലിയ മുന്നറിയിപ്പുകളാണ്. പ്രകൃതിയെ മാനിക്കാനും വികസനത്തോടൊപ്പം സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻഗണന നൽകാനും മനുഷ്യൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ വിപത്തുകളായിരിക്കും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുന്ന എന്ന് മാത്രമാണ് ഈ പ്രതിസന്ധികൾക്കുള്ള ഒരേ ഒരു പരിഹാരം. Different angles. Don't forget to subscribe and support this channel.